മുഖത്തിന്റെ നിറക്കുറവും ശരീരത്തിന്റെ നിറക്കുറവും കാരണത്താൽ പലരും വിഷമിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. ഇനി അത് ഓർത്ത് ആരും വിഷമിക്കണ്ട. നിങ്ങളുടെ മുഖവും ശരീരവും നല്ല പോലെ നിറം വെക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും നിറക്കുറവൊക്കെ മാറ്റി നല്ല പോലെ നിങ്ങൾക്ക് നിറം വെക്കാനായിട്ട് സാധിക്കും. ഇത് വെറുതെ പറയുകയല്ല, ഞാൻ ചെയ്തു നോക്കിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം മുഖത്തെയും ശരീരത്തിൻ്റെയും നിറക്കുറവ് മാറ്റിയിട്ട് നിറം നല്ല പോലെ വെക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റം കാണാൻ തുടങ്ങും. അത് നിങ്ങൾ കണ്ട ഉടനെ തന്നെ നിർത്തരുത്. കുറച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നിറക്കുറവൊക്കെ മാറ്റിയിട്ട് നല്ല പോലെ നിറം വെക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിർത്താനും കൂടി സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ ആ കാര്യങ്ങളെല്ലാം വേണം, എന്നാലേ നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം കിട്ടുള്ളൂ. കൂടാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഹാരത്തിലൂടെ ഉൾപ്പെടുത്താനും കൂടി നോക്കുക. ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, കൂടാതെ തന്നെ കുക്കുംബർ ജ്യൂസ് എന്നിവയൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ. കൂടാതെ തന്നെ ഫ്രൂട്ട്സിൽ പെടുന്ന ആപ്പിള്, ഗ്രേപ്സ് എക്സെട്ര അതൊക്കെ നമുക്ക് നല്ല പോലെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ എളുപ്പം സഹായിക്കും. അതുമൂലം നമ്മൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ടും നമ്മുടെ ചർമ്മത്തിന് നല്ല പോലെ മാറ്റം കിട്ടും. നമ്മളിപ്പം ഫേസിന് മാത്രം, ബോഡിക്കും ഫേസിലും അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഉള്ളിലൂടെയും ചെല്ലേണ്ട കാര്യങ്ങൾ കൂടി ചെന്നാലേ നമുക്ക് നല്ല പോലെ മാറ്റം കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഫേസിൽ ഇടുക മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റവും കിട്ടില്ല. നമ്മൾ അകത്തും കൂടി ചെന്നാലേ നല്ല പോലെ ഒരു മാറ്റം കിട്ടുള്ളൂ. അത് പെർമനൻ്റ് ആയിട്ടും നിർത്താനും കൂടി സാധിക്കുള്ളൂ. എന്തായാലും നമുക്കത് തയ്യാറാക്കുന്നതും അതെന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ കണ്ടു നോക്കാം. മുഖവും ശരീരവും ഒരേപോലെ നിറം വെക്കുന്നതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ബീട്രൂട്ട് വേണം, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് വേണം. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഫസ്റ്റിലേ എടുക്കാം. എന്തായാലും ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ. ഇതുപോലെ ഒരു ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീട്രൂട്ട് നമ്മുടെ സ്കിൻ ടോൺ വളരെ പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് സ്കിൻ നല്ല പോലെ നിറം നൽകാനായിട്ട് സഹായിക്കും. ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ ബീട്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ബീട്രൂട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ് സ്കിന്നിന്. നമ്മുടെ സ്കിന്നിനകത്ത് നമുക്ക് പല കുറവുകളും ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് സ്കിന്നിന് നിറം കുറയുന്നത്. അതിനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൽ നിന്ന് സാധിക്കും. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. മീഡിയം വലിപ്പത്തിലുള്ളത് മതി, കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കണ്ട. ദിവസവും ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്താലും മതിയാകും. കൂടുതലായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നിങ്ങൾക്കിപ്പം ഇന്ന് പാക്ക് ഇടാൻ സമയമുണ്ടെങ്കിൽ അപ്പം നിങ്ങളതെടുത്തിട്ട് ഞാൻ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം വേണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിപ്പം ഫേസിന് മാത്രം മതി, അതോ ഇപ്പം നിങ്ങൾക്കിപ്പം ഫേസിന് മാത്രം മതിയെങ്കിൽ ഞാൻ അളവ് കുറച്ചെടുത്താൽ മതി. ഇപ്പം ബോഡി മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പം എൻ്റെ ഫേസിനിടുന്ന അളവിനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിനനുസരിച്ചുള്ളതാണ് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന റൈസ് പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ എടുക്കേണ്ടത്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ അതിനകത്ത് ഈ ഞാൻ ബീട്രൂട്ട് പിടിച്ചില്ല, അതിൻ്റെ ആ ഒരു വെള്ളം ഇരുന്നിട്ടാണ് കളർ കണ്ടത്, സോറി കേട്ടോ. എന്തായാലും ഒന്നുകൂടെ നല്ലോണം കഴിയും തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇപ്പോൾ ആവശ്യാനുസരണമുള്ള
റൈസ് പൗഡർ. ഇപ്പം ഫേസിനായതുകൊണ്ട് ഞാനിവിടെ എടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം പുട്ടിനോ ഉണ്ടാക്കുന്നത് എടുക്കാം. അപ്പപ്പൊടി എടുക്കരുത് കേട്ടോ, അപ്പപ്പൊടി എടുക്കാൻ പാടില്ല. നമ്മളിപ്പം പുട്ടിനുണ്ടാക്കുന്ന റൈസ് പൗഡർ എടുക്കാം. അതല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് മുറുക്കൊക്കെ ഉണ്ടാക്കാൻ വെക്കുന്ന റൈസ് പൗഡർ ഉണ്ടല്ലോ, പുട്ടിനും അങ്ങനെയൊക്കെ ഉള്ളതിന്, അതെടുക്കണം. അല്ലാതെ അപ്പപ്പൊടി എടുക്കാൻ പാടില്ല. എന്തായാലും ഞാനിതൊന്ന് റൈസ് പൗഡർ എടുക്കട്ടെ. റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയില്ലാത്ത കട്ട തൈര് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈര് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. 1.5, ഇതിപ്പോൾ ഞാൻ ഫേസിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മിക്സ് ആക്കുകയാണ്. ഓക്കെ, റൈസ് പൗഡർ തെറിച്ച് പോകുന്നുണ്ട്. നല്ല ക്ഷമയോടുകൂടി ഇളക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും ഞാനൊന്ന് മിക്സ് ആക്കട്ടെ. അങ്ങനെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് കൈകൾ കൊണ്ട് നല്ല പോലെ പിഴിഞ്ഞ് എടുക്കാം. അരിപ്പയുടെ ഒരു ആവശ്യമില്ല, നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പം ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പം മിക്സ് ആക്കിയതിന് ശേഷം 1.5-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇപ്പം തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്കിന്നിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ചില ആൾക്കാർ, ഓയിലി സ്കിന്നുകാരൊക്കെ. അങ്ങനെയുള്ളവർക്ക് തൈര് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് യൂസ് ചെയ്താൽ മതിയാകും. എന്തായാലും ഞാൻ ഇതൊന്ന് മിക്സ് ആക്കട്ടെ. നല്ല പോലെ മിക്സ് ആക്കണം. നമ്മുടെ ഈ ഒരു പാക്ക് നല്ല ക്രീമി പരുവത്തിലായിട്ട് കിട്ടണം. ഓക്കെ, എന്തായാലും ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കട്ടെ. അങ്ങനെ ഞാൻ മിക്സ് ആക്കി നല്ല ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇത് നമ്മുടെ സ്കിൻ ടോൺ വളരെ പെട്ടെന്നാണ് ബൂസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്തിയിട്ട് നല്ല പോലെ മാറ്റം നൽകാനായിട്ട് നമ്മുടെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ബോഡി വൈറ്റനിങ് പാക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും. തമ്പലൈനിൽ പറയുന്നത് പോലല്ല, നല്ല മാറ്റമാണ് ഇത്. ഞാൻ ഇപ്പം കാലേ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിയ കാര്യമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ കാണിക്കാം. ഞാൻ എൻ്റെ കൈകളിലാണ് ചെയ്യുന്നത്. കുറച്ചെടുക്കുക, നല്ല ക്രീമി പോലിരിക്കുകയാണ്. അത് നമ്മുടെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഫുൾ ബോഡിയെ നിറം വെക്കുന്നതിനായിട്ട് എളുപ്പമാണ് നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നത്. നിങ്ങൾക്ക് നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉപയോഗിക്കൂ. നല്ലൊരു മാറ്റം കിട്ടും. നിങ്ങൾക്കിപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ആ ഒരു വ്യത്യാസമൊക്കെ. ഇതാ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതെന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കി മാറ്റി വെക്കുകയാണ്. എന്നാൽ എൻ്റെ കയ്യിലിട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളെ കാണിക്കാം. നല്ലപോലെ ഒരു ഡ്രൈ ആയപ്പോൾ ഞാൻ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. വാവ്, അടിപൊളി കണ്ടോ, സംഭവം കിടുകില്ലെന്ന് കേട്ടോ. ഞാൻ കഴുകിയൂടെ കാണിക്കാം. തുടച്ച് കാണിച്ച ആ ഒരു ചേഞ്ച് കാണുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, വാവ്, അടിപൊളി. ഞാൻ കഴുകിയൂടെ കാണിക്കാം. കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ കൈകൾ ഇറക്കി വെച്ച് നല്ല പോലെ കഴുകുകയാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കരുത്. നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കില്ല. ഓക്കെ, വാവ്, അടിപൊളി. ഇതുണ്ടോ, ഞാൻ ലൈറ്റ് അടിക്കുവാണൊന്നുമല്ല, ലൈറ്റ് ഒന്നും അടിക്കുമല്ല. നിങ്ങൾ വ്യത്യാസം കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള സോപ്പുകളോ ക്രീമോ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല നിറം വെക്കുന്നതിന് വേണ്ടി. ഇത് നല്ല മാറ്റമാണ് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടോ എൻ്റെ കൈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ, പകല് വ്യത്യാസമാണുള്ളത്. നല്ലപോലെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ നിറമൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചർമ്മം കണ്ടിട്ട് എനിക്ക് തന്നെ ഞെട്ടലാണ് വരുന്നത്. അത്രമാത്രം മാറ്റം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ.
ഹലോ, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ല പോലെ ഒരു റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കുമ്പോഴേ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കുള്ളൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഇത് ചെയ്തിട്ട് റിസൾട്ടും വന്ന് പറയാൻ കൂടി മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ള ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.